ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അല്ലേ, സനൂന് ഇന്ന് ക്ലാസ് ഇല്ല, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. പക്ഷെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ. കൊച്ചിന് നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. ശിവുന്റെയും കുളിയൊക്കെ കഴിഞ്ഞു. അച്ഛ വന്നു, അച്ഛ ഇപ്പൊ വന്നുള്ളൂ അല്ലേ. നമുക്ക് ഇന്ന് ഞങ്ങള് മസാല ദോശയും പിന്നെ മസാല ദോശ ഉണ്ടാക്കണേ, ഉരുളക്കിഴങ്ങ്. ഇതാ ചോറ് വെച്ചിട്ടുണ്ട്, ചോറ് ആവാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ചേട്ടൻ ഇപ്പോൾ വന്നുള്ളൂ. അപ്പോൾ ചായ കൊച്ചോണ്ട് ഞാനും പിള്ളേരും ചായ ഒന്നും കുടിക്കാറില്ല രാവിലെ. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഇപ്പോൾ ചായ വെച്ചിട്ടുള്ളൂ. ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ മഴയാണ്, ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നേരെ ഞാൻ പോയി ചായയൊക്കെ ഉണ്ടാക്കി. സനു ശിവും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കളിക്കുവാണ്. ചേട്ടന് ചായയൊക്കെ കൊടുത്തു. ചേട്ടൻ അപ്പോൾ പിള്ളേരെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. നമ്മുടെ മസാല ദോശ ഉണ്ടാക്കാനുള്ള സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇവിടെ ഇരിപ്പുണ്ട്, അത് നന്നായിട്ട് ഉടച്ച് കൊടുക്കുവാണ്. അങ്ങനെ ഞാൻ അതിനകത്തേക്ക് ഇട്ടു. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചൂടാം. സനൂന് മസാല ദോശ വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ മസാല ദോശ ഉണ്ടാക്കുന്ന. ആൾ തന്നെ ഇങ്ങോട്ട് പറയും ഓരോ ദിവസം എന്ത് ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ വേണ്ടതെന്നൊക്കെ. അങ്ങനെ ശിവു പോയിരുന്ന് കഴിക്കുവാണ്. ശിവു ഇവിടെ ഇരുന്നിട്ടാട്ടോ കഴിക്കാറ്. സനു ഇപ്പോൾ സ്കൂളിൽ പോകണത് കൊണ്ട് തന്നെ രണ്ടുപേർക്ക് ഞാൻ ഒരുമിച്ച് വാരി കൊടുക്കുകയാണ് ചെയ്യാറ്. ചില ദിവസങ്ങളിൽ രണ്ടുപേരും തന്നെ തിന്നോളാന്ന് പറയും. ഇന്നിപ്പോൾ ഞാൻ ഓരോ ദോശയായിട്ട് ചുറ്റുകൊണ്ടിരിക്കുകയാണല്ലോ ചേട്ടനും കൂടി കൊടുക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അത് രണ്ടുപേരും ഒരുമിച്ച് കഴിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടുപേരും 2 സ്ഥലത്ത് ഇരുന്നിട്ടാട്ടോ കഴിക്കുന്നത്. അടുത്തിരുന്ന് കഴിച്ച് ചിലപ്പോൾ തല്ലി പിടിക്കുന്നത് കൊണ്ട് രണ്ടുപേരും 2 സ്ഥലത്ത് കൊണ്ടിരുത്തി. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ സനുവിൻ്റെ ശിവുവിൻ്റെ തലമുടിയൊക്കെ ഒന്ന് നീര് കൊടുക്കുവാണ്. പെയിനുണ്ട് കേട്ടോ, രണ്ടുപേരും തലയിൽ പെയിനുണ്ട്. ചേട്ടൻ വന്നപ്പോൾ ബീഫ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീഫ് കറിയാണ്. അച്ഛനും മക്കളും കൂടി കറങ്ങാൻ പോയി വെറുതെ. അപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടെ ഒന്ന് തുടയ്ക്കണം. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഫുള്ള് ചെളിയാവും. അപ്പോൾ ഏത് നേരവും തുടയ്ക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ തുടയ്ക്കണം, കറി വയ്ക്കണം. തുണി പിന്നെ മെഷീനത്തിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അവിടെ സിനിമയൊക്കെ വെച്ചിട്ടാട്ടോ കുക്ക് ചെയ്യാനൊക്കെ പോകുന്നത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അങ്ങനെയാണ്. എന്തെങ്കിലും ഫിലിം അങ്ങോട്ട് ഓൺ ചെയ്തിടും, എന്നിട്ട് പണിയൊക്കെ എടുക്കും. ഇത് നമ്മുടെ ജയറാമിൻ്റെ പണ്ടത്തെ പടമില്ലേ, ബിക്കാറ്, അതാണ് വെച്ചത്. കുറേ കാലം കണ്ടിട്ട്. അപ്പം ഞാൻ സവാള അരിയാണേ. ബീഫ് വെന്തിട്ടുണ്ട്. ചോപ്പറിലിട്ടാട്ടോ അരിയുന്നത്. എനിക്ക് സവാള അരിയാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ചോപ്പറിലിട്ട് അരിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയുമല്ലോ. ടി വിയും വെച്ചിട്ടുണ്ട്. അച്ഛനും മക്കളും എത്തിയിട്ടില്ല. സാനു കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ കളിക്കേണ്ട ഒരു സാധനം കണ്ടു. ചെറിയ ഇങ്ങനെ കട്ടകൾ പോലത്തെ അതിന് എന്താ ശരിക്കും പറയാനാവോ. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി വാങ്ങിച്ചിട്ട് മിക്കവാറും വരള്ളൂരിക്കും. അപ്പോൾ ചേട്ടൻ ഇന്നലെ തന്നെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വരുള്ളൂ. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. കറി വയ്ക്കണം. തുടച്ച് കഴിഞ്ഞിട്ടോ, തുടച്ചു അരയിന് കയറിയൊന്നും മോശമല്ല പെട്ടെന്ന്. അതന്നെ അതാദ്യം ചെയ്തു. അയ്യോ, കണ്ടായിരുന്നു തുടങ്ങി. ഇതാണ് എനിക്കിഷ്ടമല്ലാത്ത. അയ്യോ, അപ്പോൾ കറിയുടെ ചക്ക ഇരിപ്പുണ്ട്. ഇന്നലെ നമ്മുടെ കവുങ്ങിന് വീണിട്ടുണ്ടായിരുന്നു. നല്ല പഴുത്ത ചക്കയൊക്കെ. അത് എടുത്തു വെച്ച് അട ഉണ്ടാക്കണോ വേണ്ടേ നിങ്ങൾ ഓർത്തോണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. സനൂന് അത്ര ഇഷ്ടമല്ല. ശിവു വെച്ചു. ശിവുവിന് ഈ ആവിയിൽ പുഴുങ്ങണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പറയാം. അയ്യോ, പറ്റാണെങ്കിൽ അതുണ്ടാക്കണം. രക്ഷയില്ല. വന്നിട്ടില്ലേ? നെയ്യാ കൂടുതലുണ്ടായിരുന്നു. വാങ്ങിച്ച ഇത് തന്നെയാണ് സ്കൂളിലുണ്ടായേ? അതല്ല, ഇതേപോലത്തെ തന്നെയാണ് സ്കൂളിലുണ്ടായിരുന്നേ. ഇതിന്റെ ചെറുതാന്ന് തോന്നണല്ലേ. കാണിച്ചേ, തിരിച്ചേ. എൻ്റെ പൊന്നോ, കളിച്ചോ.
സാനു അത് കിട്ടിയപ്പോൾ ഹാപ്പി ആയതുകൊണ്ട് കുറേ നേരം പിന്നെ അതെ അതും വെച്ചിരുന്ന് കളിച്ചു. അത് പിന്നെ അങ്ങനെയാണല്ലോ, എന്തൊരു കളിപ്പാട്ടം പുതിയതായത് കിട്ടിയാലും കുറേ നേരം അതും പിടിച്ചിരുന്നോളൂ. രണ്ടാമത്തെ ദിവസം മുതൽ പിന്നെ നമുക്ക് അതൊന്നും വേണ്ടി വരില്ല. അങ്ങനെ അതാ അവരവിടെ ഇരുന്ന് കളിക്കുവാണ്. ആ നേരം കൊണ്ട് ഞാൻ ചക്കട ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു. എനിക്ക് ചക്കട ഭയങ്കര ഫേവറേറ്റ് സാധനമായതുകൊണ്ട് എനിക്കത് ഉണ്ടാക്കാതിരിക്കാൻ തോന്നിയില്ല. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഇത് ഇന്നലെ മുറിച്ചപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കുറച്ചുള്ളൂ, എന്നാലും സാരില്ല, കുറച്ച് അടയെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി. ഈ വർഷം ഇത് 3ാമത്തെ അടയാണ്. അങ്ങനെ ഞാൻ ജീരകവും ഏലക്കായൊക്കെ കൂടി പൊടിച്ചുകൊണ്ടിരിക്കുവാണ്. കഴിഞ്ഞ തവണ ഞാൻ അട ഉണ്ടാക്കിയപ്പോൾ ഒരു പരീക്ഷണം കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന അമൃതം പൊടിയില്ലേ, അതും പകുതി കുറച്ച് അമൃതം പൊടിയും ബാക്കി പകുതി അരിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. പക്ഷേ എനിക്കിഷ്ടമായി കേട്ടോ. അമൃതം പൊടി ഇഷ്ടമുള്ളവർക്കൊക്കെ അട ഇഷ്ടമാവും, കാരണം അത്രയ്ക്കധികം അമൃതം പൊടി ടേസ്റ്റ് വരുന്നില്ല. നമ്മളിപ്പോൾ 50-50 ആണല്ലോ ചേർക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് അമൃതം പൊടിയുടെ കുറുക്കും ബാക്കി എല്ലാ ഐറ്റംസൊക്കെ ഇഷ്ടമായത് കൊണ്ട് തന്നെ അടയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അമൃതം പൊടി എടുത്തില്ല, ജസ്റ്റ് അരിപ്പൊടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ശർക്കരയൊക്കെ ചിരണ്ടി ഇട്ടു. ഈ പൊടി കുഴയ്ക്കുന്നവരെ എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ ഇത് പരത്തിയെടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പരത്തിയില്ലായിരുന്നു, ഇലയിൽ പരത്തിയില്ല, ജസ്റ്റ് ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്തത്. ഈ പ്രാവശ്യം ഇല എടുക്കാമെന്ന് കരുതി. നമുക്ക് പ്ലാവിൽ മാത്രമേ എവിടെ ഉള്ളൂ. ഇടനിലയിൽ അട വേവിച്ച് തിന്നുന്ന ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ഇതിന് കിട്ടത്തില്ല എന്നറിയാം, പക്ഷെ നമുക്ക് ആ ഇല ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇത് ആ പ്ലാവിലൊക്കെ പോയി പറിക്കുകയാണ്. മഴയൊക്കെ അത്യാവശ്യം മാറി നിന്നിട്ടുണ്ട്, പക്ഷെ ഇത് ഇലയൊക്കെ നല്ല രീതിയിൽ നനഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അത് പൊട്ടിച്ചെടുത്തു. നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു തട്ടലും മുട്ടലൊക്കെ വെക്കാം. അത് വേറെ നല്ല ശിവമോൾ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അതാണ് സത്യം പറഞ്ഞാൽ ഞാൻ അട ഉണ്ടാക്കിയപ്പോൾ അമ്മയാട്ടോ ഓർത്തത്. പണ്ടൊക്കെ ചെറുതായിരുന്നപ്പോൾ അമ്മയെ അട ഉണ്ടാക്കി തരുമോ എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. അമ്മ അത് വേഗം തന്നെ ഉണ്ടാക്കിയൊക്കെ തരും, നമുക്കൊന്നും അറിയണ്ടായല്ലോ. ജസ്റ്റ് ആ ചക്ക പറിക്കുമ്പോൾ അതിൽ നിന്ന് 2 എടുത്തു കൊണ്ടുപോയി തിന്നും. അതാണ് ഞാൻ ആകെ ചെയ്തിരുന്നത്. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല, നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ തന്നെ എല്ലാം ചെയ്യണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തൊക്കെ ഇരിക്കുവാണ്. അതെന്ത് ചെയ്യാനോ, കുടുംബിനികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ ആണല്ലോ അല്ലേ. അങ്ങനെ പരത്തലൊക്കെ കഴിഞ്ഞു. ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചു. നമ്മുടെ കറി ഇവിടെ വെന്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. കറി വേവിച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ അട ഉണ്ടാക്കാൻ വേണ്ടി പോയത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെന്തു. ശിവുവിനും കൊണ്ടുപോയി കൊടുത്തു. ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആളൊന്നും ചോറ് തിന്നേ ഇല്ല, അടയിലാണ് ആളുടെ ഉച്ചക്കലത്തെ ഫുഡ് എന്ന് ആൾ ഒതുക്കിയത്. 2 കഷ്ണമൊക്കെ എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കളിക്കുകയാണ്. തൊട്ടപ്പുറത്തോട്ടിലെ കണ്ണനും വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉറങ്ങി, ചേട്ടനും പിള്ളേരും ഒക്കെ ഉറങ്ങി. ഞാൻ മഴ കാണിച്ചു തരാവേ. തുറക്കാൻ പറ്റില്ല. അല്ല, വൈകുന്നേരമായപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റു. പിന്നെ ഞങ്ങളിരുന്ന് എല്ലാവരും കൂടി ചായയൊക്കെ കുടിക്കുകയാണ്. റസ്ക്കും മിച്ചറും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അട ഉണ്ടായിരുന്നു. ചേട്ടന് അട അത്ര വലിയ ഇഷ്ടമല്ല, പക്ഷെ എന്നാലും ആൾ ഒരെണ്ണമൊക്കെ കഴിച്ചു. ടിവിയും കണ്ടുകൊണ്ടിരുന്നാണ് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നത്. അത് എൻ്റെ അച്ഛനും മോളും കൂടി വീണ്ടും കറങ്ങാൻ പോവാണ്. ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറങ്ങാൻ പോകണമെന്ന് പറയുമ്പോൾ അച്ഛനിങ്ങനെ കൊണ്ടുപോകും, 2 പേരെയും മാറി മാറി. അപ്പോൾ മഴയൊക്കെ കുറഞ്ഞപ്പോൾ ആൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളെ കൊണ്ടുപോയി തിരിച്ച് വന്നതിന് ശേഷം സാനുവിനെയും കൊണ്ടുപോയി. അതൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ മേലൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരുന്നപ്പോൾ തടിക്കക്കടവ് പാലം വരെ എന്നെയും കറങ്ങാൻ കൊണ്ടുപോയി. ഇതിടയ്ക്ക് ഇവിടെ പതിവുള്ളതാണ്. ഇവിടുത്തെ ലൈറ്റുകൾ നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെ പോയി തിരിച്ചു വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ കിടക്കാൻ പോകുന്നതിന് മുമ്പുള്ള ചെറിയൊരു പരിപാടിയാണിത്. 2 പേരെയും അച്ഛൻ ഇങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ കളിക്കും. ഇന്നത്തെ വീട് വിട്ടിട്ട് ലൈക്കല്ലേ, ഷെയർ ചെയ്യലും മറക്കല്ലേ. അപ്പൊ നാളെ ഒരു പുതിയ വീണ്ടും വരെ ബൈ.